Hi all, welcome to Tools Academy. അപ്പോൾ നമ്മൾ ഇന്ന് സയന്റിഫിക് ഓഫീസറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പം പുതുതായിട്ട് PSC വിളിച്ച ഒരു വിജ്ഞാപനമാണ് അല്ലെ. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതേപോലെ ഡോക്യുമെന്റ്സ് ഈ 4 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതിൽ ഫിസിക്സിൽ PG കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് സയന്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സും സയന്റിഫിക് ഓഫീസർ ഇൻ ഡോക്യുമെന്റ്സും അപ്പിയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും യോഗ്യരായിട്ടുള്ളവരെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടോസ് അക്കാഡമിയിലെ സയന്റിഫിക് ഓഫീസറിന്റെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ ഈ പറയുന്ന എക്സാമിന്റെ ഡ്യൂറേഷൻ എത്രയാണോ അത്രയും ടൈം വരെയുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഫിസിക്സ് മെയിൻ എടുത്തവർക്ക് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കോച്ചിങ്ങും ഡോക്യുമെന്റ്സും നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റ് പ്രത്യേക ഫീസ് ഒന്നും അതിന് അടയ്ക്കേണ്ടതില്ല. 3,500 ആണ് ബാച്ച് ഫീസ്. ഓക്കെ, അപ്പൊ വളരെ കുറഞ്ഞ ഫീസിലാണ് ടോസ് അക്കാഡമി ഈ ഒരു കോച്ചിങ് നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു 50,000 മുകളിൽ സാലറി കിട്ടുന്ന ഒരു ജോബാണിത്. അതേപോലെ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും ആണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ടോസ് അക്കാഡമി ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സയന്റിഫിക് ഓഫീസറിന്റെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. അപ്പം അതിനകത്ത് ഓൾമോസ്റ്റ് 10 സബ്ജക്റ്റുകളാണ്, അതായത് ഫിസിക്സിൽ തന്നെ 10 ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, മൈക്രോ പ്രൊസസർ, ലേസേഴ്സ് ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുക. സെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ HST VHSC എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അവർക്ക് സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് അല്ലെ. കാരണം HSTയുടെയും VHSCയുടെയും സയന്റിഫിക് ഓഫീസറിന്റെയും ഒക്കെ സിലബസ് പക്കാ സെയിം ആണ്. സെറ്റ് എക്സാം അപ്പിയർ ചെയ്തവരെ സംബന്ധിച്ച് ചെറിയ വ്യത്യാസം, ഇപ്പൊ ക്ലാസിക്കലിലാണെങ്കിൽ നോൺ ലീനിയർ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൈക്രോ പ്രൊസസർ, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ ഒരു പ്രത്യേക പേപ്പർ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ മൈക്രോ പ്രൊസസറും ലേസറിൽ നിന്നൊക്കെയുള്ള മാർക്ക് മുഴുവൻ നമുക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് അല്ലെ. അതേപോലെ ഇത് 10 സബ്ജക്റ്റ് ഉണ്ട്. 10 സബ്ജക്റ്റിൽ നിന്നും ഓൺ ആൻ ആവറേജ് നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഇത് ഇങ്ങനെ ഒരു 10 സബ്ജക്റ്റ് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നതിലുപരിയായിട്ട് ഓരോ സബ്ജക്റ്റിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. റീസെന്റ് ആയിട്ട് PSC നടത്തുന്ന എല്ലാ എക്സാമും സ്ട്രിക്ട്ലി സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പാറ്റേണും ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ 100 MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. യൂഷ്വൽ PSCയുടെ പാറ്റേൺ പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ്, ഒരു മാർക്ക് 3 മാർക്കിന് മീൻസ് മൂന്ന് ക്വസ്റ്റ്യന് നെഗറ്റീവ് വരുമ്പോൾ 1 മാർക്ക് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ 1 മാർക്കിന് 0.33 നെഗറ്റീവ് വരുന്ന രീതിയിലാണ് എല്ലാ PSC എക്സാമും. അതേപോലെ തന്നെയാണ് സയന്റിഫിക് ഓഫീസറിന്റെയും. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ സിലബസ് ഇതാണ്. നമ്മളെ നോർമൽ സെറ്റ് എക്സാമിന്റെ ഒക്കെ സിലബസ്, അതിന്റെ കൂടെ ഒരു നോൺ ലീനിയർ ഇതിൽ വരുന്ന നോൺ ലീനിയർ ഓസിലേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ് ആൻഡ് ലോജിസ്റ്റിക് മാപ്പ് തുടങ്ങിയ കുറച്ച് ടോപ്പിക്കുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനൊരു റെഫറൻസ് ബുക്കുകൾ അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഒക്കെ ടെലിഗ്രാമിലൂടെ ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് റെഫറൻസ് മെറ്റീരിയലുകൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ അരുൾ ദാസും ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ JC ഉപാധ്യായാണ്. അപ്പൊ നിങ്ങൾ ഈ ബുക്കുകളൊക്കെ നോക്കുക. നമ്മൾ 3 ബുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബുക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്ത് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ, ഒരു ഇൻഡെപ്ത് സ്റ്റഡിക്കുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതായാലും ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് PSC കലണ്ടറിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാനുള്ള ടൈം ഉണ്ട്. അപ്പം ഈ റെഫറൻസ് മെറ്റീരിയലുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക.
സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു സിലബസ് നോക്കുക. പതിവിലും വിപരീതമായിട്ട് നമുക്ക് മെട്രിസസോ അല്ലെങ്കിൽ വെക്ടേഴ്സോ ഒന്നും ഇല്ലാത്ത ഒരു സിലബസ് ആണ് അല്ലെ. പക്ഷെങ്കിലും കഴിഞ്ഞ സയന്റിഫിക് ഓഫീസറിൽ അവർ മെട്രിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സിലബസ് ഇങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ഒരിക്കലും പറയത്തില്ല അല്ലെ, മെട്രിക്സിൽ നിന്നോ വെക്ടറിൽ നിന്നോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയത്തില്ല. കാരണം PSC തൊട്ട് താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സിലബസിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാറ്ററിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് അല്ലെ. അപ്പൊ നമുക്ക് അതൊരു ഇതായിട്ട് എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സിലെ ബുക്കുകൾ നിങ്ങളൊന്ന് നോക്കുക. ആഫ്കന്റെ ഒക്കെ ബുക്സ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഏതാണെന്ന് നോക്കുക. നമുക്ക് ഇപ്പം ഒത്തിരി ടെലിഗ്രാം ചാനലുകൾ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത ബുക്സിന്റെ എന്താ നമുക്ക് സോഫ്റ്റ് കോപ്പി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നെറ്റിലൊന്ന് ക്രോമിലൊന്ന് സെർച്ച് ചെയ്താലൊക്കെ കുറെ ബുക്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എഡിഷനൊക്കെ കറക്റ്റ് മെൻഷൻ ചെയ്ത് ഓതറിന്റെ പേരൊക്കെ കറക്റ്റ് മെൻഷൻ ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ പോയി ഒരു ബുക്ക് മേടിക്കണം എന്നൊന്നും ഒരിക്കലും പറയില്ല. എങ്കിലും ഒരു ഡീപ്പായിട്ട് നമ്മൾ അത്യാവശ്യം കണ്ടന്റുകളൊക്കെ പഠിച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഉള്ള ഒരു സോഴ്സ് ആയിട്ട് ഈ ബുക്കുകളെ കണ്ടാൽ മതിയായിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോണിക്സിന്റെ സിലബസ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി സിലബസിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഓപ്പാം ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഗേക്വാർഡിന്റെ ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബൈ മാൽവിനോ ആൻഡ് ലീച്ച്. ഓക്കെ, നല്ല ബുക്സ് ആണ്. നിങ്ങൾ അതെന്തായാലും ഇലക്ട്രോണിക്സ് ഒക്കെ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുമ്പോൾ അത്രയും ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഈ റെഫറൻസ് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അടുത്ത ക്വാണ്ടം മെക്കാനിക്സ് ആണ് അല്ലെ. ക്വാണ്ടം മെക്കാനിക്സിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട റെഫറൻസ് മെറ്റീരിയൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് ബൈ ഗ്രിഫിത്ത് അല്ലെ, ആൻഡ് അഡ്വാൻസ് ക്വാണ്ടം മെക്കാനിക്സ് ബൈ സത്യപ്രകാശ് സാറിന്റെ ബുക്കൊക്കെ വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ സെറ്റ്ലി. ഓക്കെ, അപ്പൊ ഈ ബുക്കുകളൊക്കെ നിങ്ങളൊന്ന് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. കണ്ടന്റുകൾ നമുക്ക് വേണ്ട ടോപ്പിക്കുകൾ, ആ ബുക്ക് മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളൊന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയാ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ എപ്പോഴും തന്നെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് RK പാത്രിയയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബൈ പാത്രിയ അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് തെർമൽ ഫിസിക്സ് ബൈ ലോകനാഥൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് മോഡേൺ ഫിസിക്സ് ബൈ ആർതർ ബേസർ. ഓക്കെ, ആർതർ ബേസറിന്റെ ഒക്കെ ബുക്സ് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അപ്പൊ ഈ റെഫറൻസ് മെറ്റീരിയലൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഇൻട്രൊഡക്ടറി ന്യൂക്ലിയർ ഫിസിക്സ് ബൈ കെന്നത്ത് ക്രെയിൻ ആണ്, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എലമെന്ററി പാർട്ടിക്കിൾസ് ബൈ ഗ്രിഫിത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ സിലബസ് നോക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കണ്ടന്റുകൾ നമ്മുടെ റെഫറൻസ് ബുക്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ നോക്കിയിട്ട് അത് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ഓക്കെ, 2-3 ബുക്ക് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വഹാബിന്റെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഇൻട്രൊഡക്ഷൻ ടു സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഓക്കെ, അപ്പം ബാബർ ആൻഡ് പൂരിയുടെ ബുക്ക്. അപ്പൊ ഈ 3 റെഫറൻസ് മെറ്റീരിയലുകളും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. എല്ലാ ടോപ്പിക്സും ചിലപ്പോൾ എല്ലാത്തിലും അത്രയും നമുക്ക് ചിലപ്പം എന്താ പറയുക, ഒരു ബുക്കിലെ ഒരു കണ്ടന്റ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾ 3 റെഫറൻസിൽ നിന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി atomic and molecular spectroscopy. Okay, fundamentals of molecular spectroscopy, molecular structure and spectroscopy, introduction to atomic spectra and concept of modern physics by Arthur Baser. ഇത്രയും ബുക്കുകളാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതലൊന്നുമില്ല, റെഫറൻസ് മെറ്റീരിയലുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ബുക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ നോക്കുക.
ഇനി മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ, മൈക്രോ പ്രൊസസ്സർ ആർക്കിടെക്ചർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ ഒക്കെ നിങ്ങളൊരു റെഫറൻസ് ബുക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ PG ലെവലിൽ മൈക്രോ പ്രൊസസ്സർ ടോപ്പിക് ഡീൽ ചെയ്യാത്ത സ്റ്റുഡൻസും ഉണ്ട് അല്ലെ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് ക്ലാസ് ഓറിയന്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ ധാരാളം മതി. മൈക്രോ പ്രൊസസ്സറിൽ നിന്നുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ലേസേഴ്സ് ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് ആണ്. ലേസേഴ്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ബൈ പി സാറ, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ലേസേഴ്സ് 2 റെവല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു റെഫറൻസ് മെറ്റീരിയലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ലേസേഴ്സ് ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്, അപ്പൊ നമ്മൾ 10 ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് മെറ്റീരിയലുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സെൽഫായിട്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് അവർക്കൊരു മെറ്റീരിയൽ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഒരു PSC എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ട നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ അതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ചെയ്യുക. എന്നാലും ഇതിരുന്ന് ഈ റെഫറൻസ് ബുക്കുകൾ ഇരുന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ നിങ്ങൾക്ക് ഈ ബുക്കുകൾ കീപ്പ് ചെയ്യാം, ഡൗട്ട്സുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സോഴ്സുകളെ യൂസ്ഫുൾ ആക്കാൻ. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു മോഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അല്ല നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നേച്ചർ അല്ല ഈ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മളൊരു PSC എക്സാം ക്രാക്ക് ചെയ്യാനുള്ളതാണ് എന്നുള്ള ചിന്ത വേണം. ഓക്കെ, അപ്പൊ ഇൻഡെപ്ത് ആയിട്ട് ആ സബ്ജക്റ്റ് അറിയുക എന്നതിലുപരിയായിട്ട് എക്സാം ഫോക്കസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് വേണം നമ്മുടെ മുൻപിൽ ഫസ്റ്റ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ മുൻപിലെ ഒരു എയിം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ ഒരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. സയന്റിഫിക് ഓഫീസർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ക്വിസുകളും പതിയെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതേപോലെ നമുക്കൊരു വാട്സപ്പ് ചാനലും ഉണ്ട്, അതിന്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സാം അപ്ഡേറ്റ്, സയന്റിഫിക് ഓഫീസറിനെ കുറിച്ച് മാത്രമുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ട്. ഇതിനിപ്പോൾ സെറ്റ് പോലുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ. നമ്മൾ PG കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഫിസിക്സിൽ ഡിഗ്രിയും അതേപോലെ PGയും കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ടൈം ഉണ്ട് നമുക്ക്. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവാം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.